യു എയുടെ ഭരണാധികാരികളെ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും കാരുണ്യത്തിനും യൂസഫ് അലി എന്ന വ്യക്തിയോടല്ല, ഇന്ത്യൻ സമൂഹത്തോടും വിശിഷ്യ മലയാളികളോടും കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും എപ്പോഴും നന്ദി പറയാറ്. ഈ മഹത്തായ രാജ്യത്ത് വരുവാനും കച്ചവടം ചെയ്യുവാനും ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന എന്ത് നമ്മൾക്ക് മിച്ചം വരുന്നുവോ അത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുവാനും സാഹചര്യം ചെയ്തു തരുന്ന കരുണവാന്മാരായ ഭരണാധികാരികൾക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും റഹ്മത്തും ഇസ്സത്തും സമ്പത്തും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും ദിവസേന പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ രാജ്യമില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനൊരവസ്ഥ നമ്മൾക്കില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? എത്രയോ വീടുകളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി മാത്രമേ പോവുകയുമായിരുന്നുള്ളൂ. പക്ഷേ ഈ രാജ്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്ന യു എ തന്നെയല്ല, GCC രാജ്യങ്ങൾ, സൗദി അറേബ്യ ആയാലും ഖത്തറായാലും കുവൈത്തായാലും ബഹ്റൈനായാലും സുൽത്താനേറ്റ് ഓഫ് ഒമാനായാലും ഞാൻ അവരുടെ ഭരണാധികാരികൾക്കുമായി വളരെ സ്നേഹവും ബന്ധവും അടുപ്പമാണ്. അവരോടൊക്കെ ഞാൻ കാണുമ്പോഴും പറയാറുള്ളത് നമ്മളുടെ സ്നേഹവും ആദരവുമാണ്. ഹിസ് ഹൈനസ് റഹ്മ ഷെയ്ഖ് സായിദ് തറക്കല്ലിട്ട ഒരു ക്രിസ്ത്യൻ പള്ളി, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്, അവരുടെ പരമോന്നത നേതാവ് ദ്വിതീയൻ തിരുമേനി അടക്കമുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹിസ് ഹൈനസ് ഷെയ്ഖ് നഹിയാൻ അവരുകളുമായിട്ട് ഞാൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ക്രിസ്ത്യൻ പള്ളി അതിൻ്റെ ചരിത്രം ആലോചിച്ചപ്പോൾ 1968 സ്ഥലം കൊടുക്കുകയും അതിനുശേഷം റീകൺസ്ട്രക്ഷന് വേണ്ടി 3 മില്യൺ ദിർഹം ഷെയ്ഖ് സായിദ് കൊടുക്കുകയും ഇപ്പം അത് കംപ്ലീറ്റ് പൊളിച്ച് പുതിയത് പണിയുകയും ഞങ്ങളെല്ലാവരും സഹായിച്ചു. അതാണ് ഇവിടുത്തെ സഹിഷ്ണുത. ഗൾഫിലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമ്പലം ഇവിടെയുണ്ട് അബുദാബിയിൽ, ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ കൊടുത്തത്. അപ്പോൾ ലോകത്തെമ്പാടും ഉള്ള ഹൈന്ദവ സഹോദരന്മാരും സഹോദരിമാരും ഒന്ന് പ്രാർത്ഥിക്കാനുള്ള തരത്തിലുള്ളൊരു അമ്പലമാണ് ഇവിടെ നിങ്ങളിന്ന് TV-യിൽ കണ്ട അബുദാബിയിലുള്ളത്. ഈ സഹിഷ്ണുത ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. ഇസ്ലാം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര ധാരണയുടെയും അന്യമതങ്ങളെ ബഹുമാനിക്കുന്നവരും അന്യമതസ്ഥരെ ബഹുമാനിക്കുന്നവരുമായ വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പോൾ ഈ രാജ്യത്തിനും നമ്മൾക്കും നമ്മുടെ രാജ്യത്തിനും അള്ളാഹു ഖൈറും ബർക്കത്തും റഹ്മത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇനിയും അഭിവൃദ്ധി ഉണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ, സമ്പത്തുണ്ടാവട്ടെ. അതുകൊണ്ട് എല്ലാം ഉപകാരപ്പെടുന്നു. കാരണം ഇനി ഒരുപാട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ഈ രാജ്യങ്ങളിൽ ഉണ്ടാവുകയാണ്. ആ ഡെവലപ്മെൻറ്റുകളിൽ ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കാർക്കും വിശിഷ്യ മലയാളികൾക്കുമാണ്. ബഹുമാനപ്പെട്ട ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് ഭരണാധികാരി, നമ്മുടെ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, അള്ളാഹു ആരോഗ്യ ആയുസ്സും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ.